everyone and welcome back to Foodiezecstasy. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കടലയും പായസമാണ്. അതായത് കൂടുതൽ നവരാത്രി പൂജയ്ക്കൊക്കെ വെക്കുന്ന സാധനം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കടല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓവർനൈറ്റ് ഒരു 3/4 കപ്പ് കടല എടുത്തിട്ട് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണിത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടല ഉണ്ടല്ലോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് സോട്ടേ ചെയ്യാം. ഓക്കെ, ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ കടല കുക്ക് ചെയ്യുന്ന ടൈമിന് ഉപ്പിട്ടിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് സോട്ടേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് പായസം ഉണ്ടാക്കാം. അതിനായിട്ട് നല്ല ഹെവി ബോട്ടമായിട്ടൊരു പോട്ട് എടുക്കാം. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നല്ല തിളച്ച് വരുമ്പോൾ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തേക്കുന്നത്. നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ്. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളയായിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കുക. ഇനി ഇത് നമുക്ക് വെള്ളം ചൂടായി കഴിയുമ്പോഴത്തേനും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വെള്ളം ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സോക്ക് ചെയ്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് ഡ്രെയിൻ ചെയ്തെടുത്താണ്. അതുപോലെ ആഡ് ചെയ്തതിന് ശേഷം എപ്പോഴും നമ്മൾ സ്റ്റെയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് തിളച്ച് അതിൻ്റെ വെള്ളം ഓൾമോസ്റ്റ് ഒന്ന് ഡ്രൈ ഔട്ട് ആകുന്ന വരെ കുക്ക് ചെയ്യണം. അതുപോലെ റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം മാത്രമേ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒന്നിങ്ങനെ കുക്കായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന നെയ്യാണ്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ ആഡ് ചെയ്യണം. പക്ഷേ ആദ്യം ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 250 ഗ്രാം മെൽറ്റ് ചെയ്തിരിക്കുന്ന ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 250 ഗ്രാം തന്നെ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോവും അല്ലെങ്കിൽ കുറഞ്ഞു പോകും. ഇനി ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്തോളൂ. എന്നാലും 250 ആകുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കും, കൂടുതലും അല്ല കുറവുമല്ല. ഓക്കെ, അപ്പോൾ 250 ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ ശർക്കരയും നമ്മുടെ റൈസിലൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് അത് ശർക്കരയിൽ കിടന്നിട്ട് റൈസ് കുറച്ചുകൂടെ കുക്കാവണം. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേനും നമുക്കിതിലേക്ക് പൊടിച്ച ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു 5-6 എടുക്കുക. നന്നായിട്ട് പൊടിച്ചിട്ട് ആഡ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്താലും മതി, അല്ല നിങ്ങളുടെ കയ്യിൽ പൗഡർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന്. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ, പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ആഡ് ചെയ്യുക. ഒരു 1/4 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട്സ് അതുപോലെ റൈസിൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇത് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ ഒരു 1 ടീസ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. കടല ആൻഡ് പായസം നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. So വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. Thank you.